സുഭാഷിതം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരിഭ്രാന്തി എന്നത് സഹജമാണ്. അന്യായത്തിനെതിരെ പോരാടുകയെന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ലക്ഷണമാണ്. ഒരു മനുഷ്യൻ നദിയിലോ കിണറ്റിലോ കുളത്തിലോ വീണാൽ കൈകാലുകളിട്ടടിച്ച് നീന്തിയാൽ തീരം താണ്ടിയേക്കാം. അല്ല, അയാൾ അവിടെ തന്നെ യാതൊന്നും ചെയ്യാതെ പ്രതികരിക്കാതെ കിടന്നാൽ മരിച്ചേക്കും. അവൻ്റെ ശരീരം വെള്ളത്തിൽ ഒഴുകിക്കിടക്കും. മനുഷ്യൻ ചെയ്യുന്ന നീന്തലിനും ജലത്തിൽ ഒഴുകി നീങ്ങുന്ന മൃതശരീരത്തിനും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ചലന സ്വഭാവത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ മഹത്വമുണ്ട്. നിശ്ചലതയിലോ നിഷ്ക്രിയത്വവും. ശവത്തിന് ആത്മരക്ഷണ സാമർഥ്യമുണ്ടാവില്ല. അവിടെ സംഘർഷമില്ല. ജീവനുള്ളതിനെ നദീപ്രവാഹം മുക്കാൻ ശ്രമിക്കും. എന്നാൽ മനുഷ്യൻ പ്രതിരോധിച്ച് ആത്മരക്ഷ നേടും. ഒഴുക്കിനെതിരെ പോവാൻ മത്സ്യത്തെപ്പോലെ പ്രതിരോധ സ്വഭാവം വേണം. ഏതു പുല്ലും ഒഴുക്കിന് അനുകൂലമായി പോയിക്കൊണ്ടിരിക്കും. പ്രവാഹത്തിനെതിരെ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംഘർഷ മനോബലം ആശ്രയിക്കേണ്ടതുണ്ട്. ആ മനോഭാവമാണ് നമ്മുടെയെല്ലാം സജീവത നിലനിർത്തുന്നത്. ജീവിതത്തെ ആദരിക്കാം, ചൈതന്യത്തെ ആനന്ദിപ്പിക്കാം. ലോകം ഒരാളുടെ മാത്രമാണെന്നൊരിക്കലും കരുതരുത്. സംഘർഷം ജീവിത സമൃദ്ധിയുടെ ഭാഗമാണ്, ആത്മോന്നതിയുടെ വഴിയാണ്. സംഘർഷമാണ് ജീവിതം എന്നതിന് രണ്ടഭിപ്രായമില്ല. ഒരു ഉദാഹരണം നോക്കാം. ഒരിക്കൽ ഗുരുവും ശിഷ്യനും കൂടി സമുദ്രതീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ജീവിതമെന്നാൽ എന്താണ്? ഗുരു പറഞ്ഞു, ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന പരിഭ്രാന്തിയാണ് ജീവിതം. ശിഷ്യന് കാര്യമത്ര മനസ്സിലായില്ല. ഇതറിഞ്ഞ ഗുരു ശിഷ്യനെ കുളിക്കാനായി സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. കഴുത്തോളം വെള്ളത്തിലിരുന്ന് പറഞ്ഞു, നീ മുങ്ങൂ. ശിഷ്യൻ മുങ്ങി. ഗുരു അദ്ദേഹത്തിൻ്റെ ശിരസ് പിടിച്ച് ശക്തിയായി മുക്കി. വെള്ളത്തിനു മുകളിൽ വരാൻ സാധിക്കാത്ത ബലം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഗുരുവിൻ്റെ ആ പ്രവൃത്തി. ശിഷ്യൻ പ്രതിരോധിക്കുന്നുമുണ്ട്. ചെറിയ ചെറിയ കുമിളകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഗുരുവിനേക്കാളും കൂടുതൽ ആരോഗ്യമുള്ള ശിഷ്യൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കൈകാൽ തട്ടിത്തെറിപ്പിച്ച് ഉയർന്ന് എഴുന്നേറ്റു. പരിഭ്രമിച്ച് ചുവന്നു തുടുത്ത ശിഷ്യനെ ഒന്ന് തലോടിയിട്ട് ഗുരു പറഞ്ഞു, എടോ, ഇതാണടേ ജീവിതത്തിലെ സംഘർഷമെന്നത്. നമ്മളാരും അനാവശ്യമായ അഴിക്കാൻ പറ്റാത്ത കെട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്ന് പറയുന്ന താപസന്മാരും സന്യാസിമാരും സംഘർഷം അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിലും മോക്ഷം കിട്ടാൻ ലൗകിക സുഖങ്ങളോ സന്യാസമോ നല്ലത് എന്ന ജിജ്ഞാസ എപ്പോഴും ഉണ്ടാവും. അവൻ ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നില്ല. ചഞ്ചലമായ സ്ഥിതിയിൽ അവനിൽ വ്യത്യസ്ത ചിന്തകൾ സ്വാഭാവികമായും ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ കാട്ടിൽ താമസിക്കലല്ലല്ലോ മോക്ഷമാർഗം. മനസ്സിൽ പെരുത്തുവരുന്ന ആഗ്രഹങ്ങളുടെ ശമനമാണ് സാധന. മനുഷ്യ ശരീരത്തിൽ മനസ്സാണ് സംഘർഷ കേന്ദ്രം. ശരീരത്തിൽ രോഗാണുക്കൾ ആരോഗ്യരക്ഷയുമായി, അത് മരുന്നുകളാവാം, ഡോക്ടർമാരാവാം, എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തെ രക്ഷിക്കാനുള്ള കഴിവില്ലാതാവുമ്പോൾ മരണം എത്തിപ്പെടും. നമ്മുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് രോഗാണുക്കൾ ജീവിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. ജീവനുള്ള കോശങ്ങളുടെ പരസ്പര പോരാട്ടത്തിൻ്റെ പരിണിത ഫലമാണ് ജീവിതവും മരണത്തിനും കാരണം. എല്ലാ സംഘർഷങ്ങളെയും പരിഭ്രമങ്ങളെയും സംയമനത്തോടെ നേരിടാനായാൽ ഏറ്റവും നന്ന്. നന്ദി, നമസ്കാരം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.